PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അതായത് 7/12/2024 നടന്ന LGS വേരിയസ് അതായത് ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലെ പരീക്ഷയുടെ PSC നടത്തിയ പരീക്ഷയുടെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് വായിക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി കോഡ് 535/2023 ആണ്. ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോർ കണ്ടെത്തി കമൻസിൽ ഇടുക. ഓക്കെ, ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം അത് 1931 ഇനി രണ്ടാമത്തെ, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏത്? അത് ആണ്, ചമ്പാരൻ സത്യാഗ്രഹം. ഇനി 3, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? അത് ആണ്, റൗലത്ത് നിയമം. 4, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആര്? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഉദ്ധം സിംഗ് ആണ്, ആണ്. ഇനി 5, ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആര്? അത് ആണ്, അംബേദ്കർ. ഇനി 6, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്ക്? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ ആണ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇനി 7, താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? അപ്പോൾ സമത്വത്തിനുള്ള അവകാശം, പിന്നെ ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, പിന്നെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അപ്പോൾ ആണ് ഉത്തരം. ഇനി 8, നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത്? അപ്പോൾ ആണ്, കോടതിയെ സമീപിക്കാനാകില്ല എന്നുള്ളതാണ്. ഇനി 9, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം? അത് ഇന്ത്യയാണ്. 10, പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്ത്? ആണ്, നിയമനിർമ്മാണം. ഇനി 11, താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏത്? ആണ്, ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയെന്നുള്ളത്. ഇനി 12, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര്? അത് ആണ്, ക്യാപ്റ്റൻ ലക്ഷ്മി. 13, കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? ആണ്, വള്ളത്തോൾ നാരായണ മേനോൻ. 14, സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ആര്? വൈകുണ്ഠസ്വാമികൾ. 15, സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി 16, ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ആണ്, ബ്രസീൽ. ഇനി 17, ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ആണ്, റെനിൽ വിക്രം സിൻഹ. ഇനി 18, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? VP മേനോൻ, ആണ്. ഇനി 19, ചേരുംപടി ചേർക്കുക. അത് ഭിലായ് എന്നുള്ളത് സോവിയറ്റ് യൂണിയൻ, ബൊക്കാറോ എന്നുള്ളത് സോവിയറ്റ് യൂണിയൻ തന്നെ, റൂർക്കലെ എന്നുള്ളത് ജർമ്മനി, ദുർഗാപൂർ എന്നുള്ളത് ബ്രിട്ടൻ. അപ്പോൾ ആണ് ഉത്തരം. ഇനി 20, വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം? ആണ്, ന്യൂഡൽഹി. ഇനി 21, പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം? ആണ്, 1986. ഇനി 22, രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ? അത് ആണ്, ഡോക്ടർ DS കോത്താരി കമ്മീഷൻ ആണ്. ഇനി 23, ലോക ഫുട്ബോൾ ദിനം എന്നാണ്? അത് ആണ്, മെയ് 25. ഇനി 24, 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്? ആണ്, പ്രതിഭ റായ്. 25, ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏത്? ഇവിടെ തന്നിരിക്കുന്നതിൽ ആണ്, പിന്നെ യും. അപ്പോൾ ആൻസർ ആണ്. ഇനി 26, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി? ആണ്, സിയാച്ചിൻ. ഇനി 27, ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റേത്? അപ്പോൾ അതിൽ ഇത് തന്നതിൽ ആണ്, കിഴക്ക് ഭൂട്ടാൻ. 28, ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക? ആണ്, ഹിമാലയം. ഇനി 29, ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏത്? ആണ്, ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് കാൽ ബൈശാഖി എന്ന് പറയുന്നത്. ഇനി 30, കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏത്? ഇവിടെ തന്നിരിക്കുന്ന 3 ശരിയാണ്. അപ്പോൾ ആണ്, എല്ലാം ശരി.
ഇനി 31 സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക. അപ്പം 3 സൂചനകൾ തന്നിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത, പിന്നെ ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഇതാവുമ്പോൾ പാലക്കാട് ചുരം, ബി ആണ് ഉത്തരം. ഇനി 32 കേരളത്തിലെ നദികളെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് എന്ന ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. അപ്പോൾ ഡി ആണ്. ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ. ഡി ആണ് ഉത്തരം. ഇനി 33 കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നത് ഡി നെയ്യാർ. 34 താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത, അത് സി ആണ്, NW3. 35 കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ, ജില്ലകൾ, അതിൽ ഒറ്റയാനെ കണ്ടെത്തൽ ഡി ആണ്, സിയാൽ പദ്ധതി, എറണാകുളം. 36 കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി, എ ആണ്, സജി ചെറിയാൻ. 37 താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. സി ചിന്നാർ വന്യജീവി സങ്കേതം. ഇവിടെ 3 സൂചനകൾ തന്നിട്ടുണ്ട്. അതിൽ ഉത്തരം വരുന്നത് സി ആണ്. ഇനി 38 ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? സി വാർഡ് മെമ്പർ. 39 പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ? എ ആണ്, എറണാകുളം. ഇനി 40 കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ്, എ ആണ്, കതിർ ആപ്പ്. ഇനി 41 ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര്? ഡി രാജീവ് രഞ്ജൻ സിംഗ്. ഇനി 42 പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം, എ ആണ്, 89.45 മീറ്റർ. 43 യുണൈറ്റഡ് നേഷൻസ് UN മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം, ബി 134. 44 ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം, എ ആണ്, ബുധൻ. 45 സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏത്? സി ആണ്, ഹിന്ദുസ്ഥാനി സംഗീതം. 46 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആര്? ഡി ജവഹർലാൽ നെഹ്റു. 47 ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്, ഡി ആണ്, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. 48 നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? ബി ഗാന്ധിജി. 49 ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം, ബി ആണ്, 800. 50 ലോക അധ്യാപക ദിനം, ബി ആണ്, ഒക്ടോബർ 5. 51 ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട്, എ ആണ്, ഇന്ദ്ര. 52 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യമേത്? എ ബ്രസീൽ. 53 പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. അപ്പോൾ ഇവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ബി സി, അതായത് ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിരയും, അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനിയും. അപ്പോൾ ഡി ആണ് ഉത്തരം. 54 താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? അപ്പോൾ വിറ്റാമിൻ എയും വിറ്റാമിൻ ഡിയുമാണ്, അതായത് ഡി ആണ് ഉത്തരം. ഇനി 55 താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളകാണ്, സി ജ്വാലാമുഖി. 56 താഴെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമായത്, ബി ആണ്, ബോംബിക്കോൾ. ഇനി 57 താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റ് സംരക്ഷണത്തിന് ഉദാഹരണം ഏത്? എ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇനി 58 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? സി ആണ്, COVID-19. 59 നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു, ബി വൈറസാണ്. 60 ധവളപ്രകാശം അതിൻ്റെ ഘടക വർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം, ബി പ്രകീർണനം. 61 ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ഈ ആസിഡ്? എ ഫോമിക് ആസിഡ്. 62 താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏത്? സി ആണ്, വിസരണം. ഇനി 63 താഴെ തന്നിരിക്കുന്നതിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം, സി സിങ്ക്. 64 പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്ര ഗണം ഏതാണ്? ബി വേട്ടക്കാരൻ. 65 മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഡി ലാവോസിയ. ഇനി 66 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം, ഡി ആണ്, ചന്ദ്രയാൻ 3. 67 ചേരുമ്പടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. നമ്മുടെ തന്നതിൽ ഒന്നാമത്തേന് 2, രണ്ടാമത്തേന്
3, അതായത് ക്ഷയത്തിന് മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്, പിന്നെ എലിപ്പനിക്ക് ലെപ്റ്റോസ്പൈറ, ഡെങ്കിപ്പനിക്ക് വൈറസ്, പിന്നെ മലമ്പനിക്ക് പ്ലാസ്മോഡിയം, അതായത് ബി ആണ് ഉത്തരം. 68 മന്ത് രോഗം പരത്തുന്ന കൊതുക് ഏത്? എ ക്യൂലെക്സ്. ഇനി 69 താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത്? സി മീസിൽസ്. 70 രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം? എ ഇരുമ്പ്. 71 ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? എഡ്വേർഡ് ജെന്നർ. ബി ആണ്. 72 രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഡി ആണ്, സ്പിഗ്മോ മാനോമീറ്റർ ആണ്. ഇനി 73 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ രണ്ടാമത്തെ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. പിന്നെ മൂന്നാമത്തെ അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. അപ്പോൾ ബി ആണ് ഉത്തരം. 74 എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം ഏത്? സി ശ്വാസകോശം. 75 കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി? ഡി മൃതസഞ്ജീവനി. 76 ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി? എ അമൃതം ആരോഗ്യം. ഇനി 77 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ബി ഹർമൻ പ്രീത് സിംഗ്. 78 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം? ബി ആട്ടം. 79 അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെ? എ മലിനജലം. ഇനി 80 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ബി എസ് സോമനാഥ്. ഇനി 81 മാക്സിമം ലെബിലിറ്റിയാണ് 81 തൊട്ട് 100 7x8 ഹരണം 2x14 + 3² അത് ചെയ്തു വരുമ്പോൾ 11 ബി കിട്ടും. ബി ആണ് ഉത്തരം. 82 7² × 2 ഹരണം 2 × 7 അത് 7 എ ആണ് ഉത്തരം. ഇനി 83 ഇവിടെ ഒരു ഭിന്നസംഖ്യകൾ കണ്ട് ആരോഹണക്രമത്തിൽ എഴുതണത്. ആരോഹണക്രമം എന്ന് പറഞ്ഞാൽ ചെറുതൊട്ട് വലുത് വരെ. അപ്പോൾ 1/5 1/2 2/3 3/4 അതായത് ബി ആണ് ഉത്തരം. 84 ഒരു കുടുംബത്തിലെ 5 പേരുടെ ശരാശരി ഉയരം 160 സെൻറ്റിമീറ്ററാണ്. അതിൽ 4 പേരുടെ ഉയരം യഥാക്രമം 163 160 161 162. അപ്പോൾ അഞ്ചാമത്തെ ആളുടെ ഉയരം 154 സി വരും. ഇനി 85 41 - 30 + 45 + 7 × 7 ചെയ്തു വരുമ്പോൾ 375 സി ആണ്. 86 ഒരു വിമാനം അരമണിക്കൂർ സമയം കൊണ്ട് 250 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. വിമാനത്തിൻ്റെ വേഗത എത്ര? അത് ഡി ആണ് 500 km/h. ഇനി 87 1600 രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു 12% നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില 1408 ബി ആണ്. 88 55 80 100 എന്നീ സംഖ്യകളുടെ ഉസാഗ അത് ചെയ്തു വരുമ്പോൾ ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് 5 ആണ്, സി ആണ്. 89 കൂട്ടത്തിൽ ചേരാത്തത് 8 16 27 64 ഇതിൽ 16 ആണ്, ബി. ഇനി 90 1 3 6 എന്നിങ്ങനെ തുടങ്ങുന്ന ശ്രേണിയുടെ അടുത്ത പദം എ ആണ് 10. ഇനി 91 2n+1 = 32 ആയാൽ n = 4 വരെ, ബി. ഇനി 92 ഒരു കന്നുകാലി ചന്തയിൽ കുറേ പശുക്കളും മനുഷ്യരുണ്ട്. ആകെ കാലുകൾ 70 ആകെ തലകൾ 30 മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്ര? അപ്പോൾ ഡി 20 ആണ്. ഇനി 93 0.05² × 1/20 ചെയ്തു വരുമ്പോൾ 0.05³ ബി വരും. 94 1 2 4 8 എന്ന സംഖ്യാശ്രേണിയുടെ അടുത്ത പദം 16 ആണ്, സി. 95 രമയുടെയും ജയയുടെയും വയസ്സുകളുടെ അംശബന്ധം 2:3 ആണ്. 5 വർഷം കഴിയുമ്പോൾ രമയ്ക്ക് 24 വയസ്സാകും. ജയയുടെ ഇപ്പോഴത്തെ വയസ്സ് 27. ഇനി 96 1 + 2 × 3 ഹരണം 6 - 1 അപ്പോൾ സി ആണ് 1 വരും. 97 11:132 22:264 ഡി ആണ് വരിക. ഇനി 98 ഒറ്റയാൻ ഏത്? ഇവിടെ തന്നിരിക്കുന്നതിൽ ചതുർഭുജം എ ആണ്. 99 2 3 5 7 എക്സെട്ര ഇങ്ങനെ തുടർന്നാൽ 8ാമത്തെ സ്ഥാനത്തെ സംഖ്യ എ 19 വരിക. 100 4 and 2/6 ഹരണം 1 and 2/6 ഈക്വൽസ് ചെയ്തു വരുമ്പോൾ 3 and 1/4 ബി കിട്ടും. അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന LGS കോഴിക്കോട്, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ LGS പരീക്ഷയുടെ PSC തന്നിട്ടുള്ള പ്രൊവിഷൻ ആൻസർ കീ. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറ് കമൻസിലിടുക. ഓക്കെ, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇതിൻ്റെ നമ്മൾ അനാലിസിസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.